തോന്നുന്നുണ്ടാവും. കാരണം പഴയതിനേക്കാളും ചരിത്രത്തിൽ ഇടം പിടിച്ച രീതിയിലാണ് ഇന്നത്തെ മാറ്റം. കാരണം അന്ന് എപ്പോഴെങ്കിലും ഒരു കാറ് കാണേണ്ട അവസ്ഥയിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് പോകാൻ മാത്രം അത്രയും നമ്മുടെ ടൗൺ ടൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ റോഡുകളൊന്നും ആവശ്യത്തിന് വീതി കൂടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അതിന്റെ ജില്ലാ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിലായിരുന്നു. തഹസിൽദാരെ വിളിച്ചു വരുത്തി അവിടെ റോഡ് അടക്കിയിരുന്നു. എനിക്ക് തോന്നി നിങ്ങളാ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാവാം, കുറെ ആൾക്കാർ പോയിട്ടൊക്കെ ഉണ്ടാവാം. ക്ഷമ ചോദിക്കുകയാണ്. തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ അറിയാം. പക്ഷെ ഇത് നാളേക്ക് ഒരു നല്ല തീരുമാനത്തിലേക്കാണ് എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് അവിടെ നിന്നത്. ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. വളരെ കുറഞ്ഞ കാലഘട്ടമേ ഉള്ളൂ. ആളുകളൊന്നും നിങ്ങളെപ്പോലുള്ളവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ കുറെ അതർക്കത്തോടുണ്ട്. ഒരുപാട് തിരൂരിനെ മനസ്സിലാക്കിയ ആളുകൾ, തിരൂരിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ട്. നമ്മളുടെ KKR ഒക്കെ വളരെ നന്നായിട്ട് ഇപ്പോ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു. പ്രസന്റ് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തരും, ലക്ഷ്മിച്ച് എല്ലാവരും ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചരിത്രങ്ങളാണ്. നിങ്ങളൊക്കെ വിചാരിച്ചാൽ തന്നെ ഒരുപക്ഷെ തിരൂർ നഗരസഭയുടെ ചരിത്രം, ഈ മുനിസിപ്പൽ പരിധിക്കുള്ളിലുള്ള ചരിത്രം വളരെ മനോഹരമായിട്ട് തയ്യാറാക്കി ജനങ്ങൾക്ക് മുന്നിൽ, പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഒരു വലിയൊരു പ്രധാന ഘടകമായിട്ട് നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ കഴിയും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ യാതൊന്നും എന്റെ കയ്യിലില്ല. തിരൂരിനെ പറ്റി അധികാരത്തിൽ വരുന്ന സമയത്താണ് ഞാൻ കുറച്ചെങ്കിലും ഇതിനെ പറ്റി പഠിക്കുന്നത്. ഇതിന്റെ ഏരിയയും മറ്റ് സാങ്കേതിക വശങ്ങളൊക്കെ പഠിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ നിങ്ങളൊക്കെ എന്നെക്കാളും ഒരുപാട് മുൻപരിചയമുണ്ട്. ഒരു നിയോഗത്തിന്റെ പേരിൽ ഞാൻ ആ സീറ്റിൽ വന്നുപോയി. പക്ഷെ എന്നിരുന്നാലും പോകുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും എന്റെ കർമ്മപഥം ശരിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഓടി നടക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് പ്രായമായവരും പരിചയങ്ങളുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥനയും പിന്തുണയൊക്കെ ഉണ്ടാവണം. ഒരാൾക്ക് ഒറ്റക്കൊന്നും ഈ ഒരു വലിയൊരു നഗരത്തിനെ കൊണ്ട് നടക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും പിന്തുണയൊക്കെ ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേസി ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഈ പ്രായത്തിൽ ഈ മനുഷ്യനൊന്ന് വെറുതെ ഇരുന്നൂടെ, എന്തിനാ പറ്റുന്നത്. പിന്നീട് ഞാനൊരു ദിവസം തിരക്കില്ലാത്തൊരു സമയത്ത് കേസി വീണ്ടും വന്നപ്പോ ഞാൻ കുറച്ചു നേരം അന്ന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് കുട്ടിയോട് കൂടുതൽ ചോദിക്കുകയാണ്. അപ്പൊ അയാളിൽ നിന്ന് കിട്ടിയ വിവരം കേട്ടെന്ന് വിചാരിച്ചു, ഈ പ്രായത്തിൽ ഞാൻ ഇത്ര വടി കാട്ടുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെയൊക്കെ ശരിക്കും ബഹുമാനിക്കണമല്ലോ. അന്ന് മുതലാണ് ഞാൻ ഈ ചരിത്രത്തിനോട് നിങ്ങളുടെ ഈ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയോട് ഒരു ആദരവും ബഹുമാനവും അപ്പോഴാണ് തോന്നിയത്. തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. നഗരസഭയുടെ പേരിൽ ഇനി ആരെങ്കിലും പുതിയ ആളുകളെ, ഒരുപക്ഷെ ചരിത്രം അറിയുന്ന വേറെയും ഒരുപാട് അറിയപ്പെടാത്ത ആളുകൾ ഇതിനുള്ളിൽ ഉണ്ടാവാം. അവരെയൊക്കെ കണ്ടുപിടിച്ച് പിന്നെ നിങ്ങളുടെയുള്ള വിവരങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് കൂടി സഹായകരമാകുന്ന രീതിയിൽ ഒരുക്കി തരാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നല്ല സംരംഭം ഉദ്ഘാടനം ചെയ്യാനും നിങ്ങളുടെ നല്ലൊരു പ്രവർത്തനം ഒരുപക്ഷെ ഭാവി തലമുറയ്ക്ക് തിരൂരിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ചരിത്ര ഗ്രന്ഥമായി ഇത് നിലകൊള്ളട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. തീർച്ചയായിട്ടും നഗരസഭയുടെ എല്ലാ പിന്തുണകളും അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിന് കരുത്തുള്ളവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ബഹുമാന്യരായവര്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നമ്മുടെ ലക്ഷ്യം വിജയത്തിലെത്തട്ടെ. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.